പ്രകാശൻ മാഷ്, നിങ്ങൾ ഇത്ര കഴിവുകിട്ടവരാണോ? ഈ കന്യാസ്ത്രീകളെ അകത്താക്കാൻ നിങ്ങൾക്കാവില്ല, പുറത്തിറങ്ങുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ടാകുകയുള്ളൂ? കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ സംഘപരിവാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പൊതുവിലും അതുപോലെ ക്രിസ്ത്യാനികളെ വിശേഷിച്ചും അവർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അത് യാദൃച്ഛികമാണ് എന്നുള്ളതല്ല, അത് അവരുടെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ RSSനെ സംബന്ധിച്ച് അവരുടെ ഗുരു ഗോൾവാൾക്കർ തന്നെ 3 ആഭ്യന്തര ശത്രുക്കളിൽ ഒരു വിഭാഗമായി നേരത്തെ തന്നെ ക്രിസ്ത്യാനികളെ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങൾ എത്രമാത്രം ഗൗരവമായിട്ടാണ് കഴിഞ്ഞ 11 വർഷക്കാലമായി നടക്കുന്നതെന്ന് ക്രിസ്തീയ സംഘടനകൾ തന്നെ തികച്ചു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം അവരുടെ ദേശീയ സംഘടനയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 10 വർഷം മുമ്പുള്ളതിൻ്റെ ഈ 5 ഇരട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ. പ്രതിദിനം ഇന്ത്യയിൽ 2 ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നെന്ന് പറയുന്നത് അവരാണ്. 2017 ഔദ്യോഗിക കണക്കനുസരിച്ച് 127 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നതെങ്കിൽ അത് 2024 900-ൽ മേലെയാണ്. മണിപ്പൂർ ഇവിടെ അതിന് പുറമെയാണ്. അവിടെയാണല്ലോ 200-ലേറെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ക്രൂരമായ നിലക്ക് തകർക്കപ്പെടുന്ന നിലയുണ്ടായത്. ഇപ്പോൾ ക്രിസ്ത്യാനികളോട് എന്താണ് RSS സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ഇപ്പോൾ ശ്യാമപ്രസാദിന് അറിയില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ഓർഗനൈസർ വായിച്ചു നോക്കണം. ഓർഗനൈസറിനകത്ത് കൃത്യമായ നിലക്ക് ഇടപെട്ട് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ലേഖനങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ പാമ്പ്ളാനി പുരോഹിതൻ ഉൾപ്പെടെ പറഞ്ഞു, ഇവിടെ നിയമം കയ്യിലെടുത്ത് ആൾക്കൂട്ടാക്രമണം നടക്കുക. ഞാൻ ചോദിക്കട്ടെ, ആൾക്കൂട്ടാക്രമണം എവിടെയാണ് നടക്കുന്നത്? BJPയുടെ ഗവൺമെൻറ് എവിടെയെല്ലാം ഏതെല്ലാം സംസ്ഥാനത്തുണ്ടോ അവിടെയെല്ലാം ആൾക്കൂട്ടാക്രമണം നടക്കുകയാണ്. അത് യാദൃച്ഛികമല്ല, അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രകടനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സംഘടിതമായ നിലക്കുള്ള ആൾക്കൂട്ടാക്രമണം നടക്കുന്നത്. ഇവിടെയും ഉണ്ടായിരിക്കുന്ന കാര്യം എന്താ? ഛത്തീസ്ഗഡിൽ അവിടെയും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നത് ഇതേ കാര്യമാണ്. ബജരംഗ് ദളുകാർ ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ്, അവരെ പരിശോധിക്കുകയാണ്, അവരെ മർദ്ദിക്കുകയാണ്, അവർ പെറ്റീഷൻ കൊടുക്കുകയാണ്. അതിന് അനുസരണമായിട്ട് അവിടുത്തെ പോലീസ് പെരുമാറുന്നു. അതല്ലേ കാണാൻ വേണ്ടി കഴിഞ്ഞത്? ഇവിടെ രാജീവ് ചന്ദ്രശേഖരം ആളുകളെല്ലാം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ലേ അന്യായമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടാക്കിയത്? ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന FIRൽ മാറ്റം വരുത്തിയിട്ട് ജാമ്യം കിട്ടാത്ത മനുഷ്യ കടത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാ ചേർത്തത്? BJPയുടെ ഗവൺമെൻറ്, BJPയുടെ പ്രോസിക്യൂട്ടർമാരല്ലേ അതിനുവേണ്ടി വാദിച്ചത്? ഇന്നലെ വരെ കൊടുത്തിരിക്കുന്ന എല്ലാ ജാമ്യാപേക്ഷയും എതിർത്തത് അവിടുത്തെ പോലീസാണ്, അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. രണ്ടും നയിക്കുന്നത് BJP ആണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും, 12 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം വന്നിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതുണ്ടായിരിക്കുന്നു. എന്താ ഈ നിയമത്തിന് ആധാരം? ഇവിടെ ക്രിസ്ത്യാനികൾ ആളുകളെ മതം മാറ്റുന്നു എന്നതിൻ്റെ പേരിലാണല്ലോ BJP ഗവൺമെൻറ്റുകൾ ഈ മതപരിവർത്തന നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ മേലെ തന്നെയല്ലേ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ക്രിസ്ത്യാനികളോടും അവരുടെ മതമേലധ്യക്ഷന്മാരോടും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ പാത്രങ്ങളോടും സ്വീകരിക്കുന്ന നിലപാട് പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്താണല്ലോ കേരളത്തിലെ പാലക്കാട് നല്ലേപ്പള്ളി UP സ്കൂളിൽ അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന കുട്ടികളെ പുറത്തുനിന്നുള്ള RSSകാർ വന്ന് ആക്രമിച്ചത്. നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യമാണ്. ചിറ്റൂരിലെ തത്തമംഗലം ചെന്താപുരം GBUP സ്കൂളിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ തീർത്ത പുൽക്കൂട് ആരാ തകർത്തിരിക്കുന്നത്? ഈ പറഞ്ഞ RSSകാരില്ലേ. അപ്പോൾ എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ കൃത്യമായ നിലക്ക് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ചില ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർക്ക് എന്തുകൊണ്ട് ആ കാര്യം അറിയുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനാവുന്നല്ല. ഇപ്പോൾ ഇന്നും ഈ പറയുന്ന പോലെ ഞങ്ങൾ BJPയെ കുറ്റം പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകമായി പറയാൻ നിങ്ങൾ സന്നദ്ധമല്ല. ഞങ്ങളോട് നടത്തിയിരിക്കുന്ന വാഗ്ദാനമെല്ലാം തന്നെ അമിത്ഷാ പാലിച്ചു എന്നെല്ലാം പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത്ര ഗുരുതരമായൊരു സന്ദർഭത്തിൽ അങ്ങനെ പറയാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളത് അവർ മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അന്യായമായ നിലക്ക് 2 കന്യാസ്ത്രീകളെയും അവരുടെ കൂടെയുള്ള 3 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കുക, നിരന്തരമായിട്ട് അവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക, 9 ദിവസക്കാലം അവരെ ജയിലിൽ കിടത്തുക, എന്നിട്ട് അവസാനം ഇപ്പോൾ ജാമ്യമില്ലാതെ ഒരുപാട് കാലം ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമോ? കേസ് അതുപോലെ നിൽക്കുകയാണ്. വകുപ്പുകളിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ തികഞ്ഞ അന്യായമാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ നിലക്ക് തന്നെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് സംഘപരിവാര ശക്തികളുടെ BJPയുടെ RSSന്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് മതവിദ്വേഷം, ന്യൂനപക്ഷ മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയ ആക്രമണത്തിൻ്റെ ഈ ഭാഗം തന്നെയാണത്. ആ സംഭവങ്ങളെ ഒടുവിലത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഈ ദുർഗാ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം. അതിന് ആ നിലക്കാണ് കാണേണ്ടത്, അല്ലാതെ ഒരു കാരണവശാലും ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അന്യായമാണ് എന്ന് പറയാൻ അദ്ദേഹം സന്നദ്ധായോ? ജാമ്യാപേക്ഷ തന്നെ തെറ്റാണ് എന്ന് പറയാൻ കേന്ദ്രമന്ത്രിയല്ലേ മുന്നോട്ടേക്ക് വന്നത്?
പിന്നെ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ആളുകൾ പറയുന്നതിന് കാരണമുണ്ട്. ഇപ്പോൾ നേരത്തെ നമുക്കറിയാമല്ലോ ഇവിടെ തൃശ്ശൂർ പിന്നെ ഉണ്ടായിട്ടുള്ള വിജയം ഇവിടെ ഇവരുമായി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ആ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് വന്നപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്ന കാര്യമാണ്. എത്ര നിർലജ്ജമായ നിലക്കാണ് ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം എന്നുള്ളത് നമ്മൾ കാണുകയാണല്ലോ. ഒരു ഭാഗത്ത് പുൽക്കൂട ക്രമിക്കുന്നു, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു, പള്ളികൾ പൊളിക്കുന്നു. ഇവിടെ അവർക്ക് ഈ പറയുന്ന ലഡു കൊടുക്കുന്നു, അവരുടെ അരമനകൾ സന്ദർശിക്കുന്നു, അവരുമായി സൗഹൃദമുണ്ടാക്കുന്നു. നിങ്ങൾ റബ്ബറിന് വില കൂട്ടിയാൽ MP മാരെ തരാമെന്നുള്ള വാഗ്ദാനം വാങ്ങുന്നു. ഇതെല്ലാമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും എന്നുള്ളത് കോൺഗ്രസും അതുപോലെ BJP എല്ലാം മനസ്സിലാക്കുന്ന നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ കാര്യത്തിൽ പറയുന്നു.